ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ജാസ്മിൻ ബഡ്സ് ചെയ്യാമെന്നായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ഇതുപോലൊരു ജാസ്മിൻ ബഡ്സ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സാണിത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത് എന്ന് നോക്കിയാലോ. ഞാനിവിടെ ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത്. ഇതൊരു സോഫ്റ്റ് ടിഷ്യൂ ആണ്. പിന്നെ വേണ്ടത് ഒരു ഫോം ഷീറ്റാണ്. ഇതൊരു 0.8 mm ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേണ്ടത് ഒരു ഫ്ലോറൽ ടാപ്പാണ്. ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യാൻ കത്രിക എടുത്തിട്ടുണ്ട്. ത്രെഡ്, പിന്നെ വേണ്ടത് ഒരു ടൂത്ത് പിക്ക്. ഇതിനും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ടിഷ്യൂ കട്ടിംഗ് ആണ്. അതിന് ഞാൻ ഇതേപോലെ മടക്കി ഒരേ ലെവലിൽ മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡും ഒരേപോലെ ലെവൽ ചെയ്തെടുക്കാം. ഒരേ ലെവലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ₹1 കോയിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ സർക്കിളിൽ വെട്ടിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോം ഷീറ്റ് കട്ട് ചെയ്യാം. ഞാനിവിടെ 4.5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ 4.5 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. ടൂത്ത് പിക്ക് വെച്ചിട്ട് വേണം ഇതിന് മാർക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ പേനയുടെ ഒക്കെ കളറ് വരും. ഇത് കറക്റ്റ് അളവ് വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ വേറെ വേറെ സൈസിലാവും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫോം ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബഡ്സ് ഉണ്ടാക്കി തുടങ്ങാം. ഇനി തേർഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഈ ടൂത്ത് പിക്കിൻ്റെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ തുമ്പ് കൊണ്ടിട്ട് ഫോം ഷീറ്റ് കട്ടായി പോവും. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈയൊരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പർ ജാസ്മിൻ ബഡ്സ് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരേ ലെവലിൽ ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇത് ഫോം ഷീറ്റാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫോം ഷീറ്റ്. ഇത് ഇതേപോലെ വയ്ക്കുക. നമ്മൾ കോണോട് കോണാണ് വെക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇതേപോലെ. ഇനി ഈ ഒരു ഭാഗവും ഇതേപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഈ ഒരു ഭാഗവും ഇതേപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ത്രെഡ് എടുത്ത് ഇതേപോലെ കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ മെറ്റീരിയൽ മാത്രം മാറിയിട്ടേ ഉള്ളൂ. ഇനി ചെയ്യുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ത്രെഡിൻ്റെ ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ടൂത്ത് പിക്കിലൊക്കെ ആവാണ്ട് നോക്കണം. ഗ്രീൻ ടേപ്പ് എടുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ടൂത്ത് പിക്കിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വലിച്ചാൽ പിന്നെ ടൂത്ത് പിക്ക് പിന്നീട് വരില്ല, അപ്പോൾ മൊത്തത്തിൽ കീറിപ്പോവും. ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം. ഇതിൻ്റെ ഞെട്ടിന് തടി കൂടാണ്ട് നോക്കണം. ഇതേപോലെ ഒന്ന് ടൈറ്റിൽ ചുറ്റി കൊടുക്കാം. ബാക്കി പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു തണ്ട് ഇങ്ങനെ വലിച്ചൂരി കൊടുക്കാം. രണ്ടാമത്തെ പീസ് ചെയ്തെടുക്കാം. ഇത് ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിൽ തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു സൈഡ് കട്ടി കൂടുതലും ഒരു സൈഡ് കട്ടി കുറവായിട്ട് വരും. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ട്, അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ സെൻട്രലാക്കി കൊടുക്കാം. ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോലി ചെയ്യുന്നത്.
അപ്പോൾ എങ്ങനെയാണ് ബഡ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ നെയിൽ പോളിഷാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഈ ഒരു കളർ അങ്ങോട്ട് ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ കളർ ചെയ്യുന്നില്ല. ഇത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.